പ്രിയപ്പെട്ടവരെ, സുപ്രഭാതം പത്രം 10 വർഷം പൂർത്തീകരിച്ച് വിജയപ്രദമായി 11ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 7 എഡിഷൻ ഉണ്ടായിരുന്ന സുപ്രഭാതം ഇപ്പോൾ ഗൾഫിൽ 8ാമത്തെ എഡിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഒരു ആരോഗ്യ മാസികയും തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ 11ാം വർഷത്തിലേക്കുള്ള പ്രവേശനം സുപ്രഭാതം വിജയകരമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രചരണത്തിൻ്റെ ക്യാമ്പയിനും നടക്കുന്നു. സുപ്രഭാതം പത്രത്തെപ്പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളൊരു സവിശേഷത, അത് സന്തുലിതമായ രീതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ്. ഏതെങ്കിലും ഒരു പക്ഷത്തെ വല്ലാതെ കോർത്തു പിടിച്ചുകൊണ്ടോ തീവ്രമായ നിലപാടുകളിലേക്ക് പ്രവേശിക്കാതെയോ ആണ് സുപ്രഭാതം പത്രം അതിൻ്റെ റിപ്പോർട്ടിംഗ് രീതി തുടരുന്നത്. ഇത് സുപ്രഭാതം പത്രം വിശ്വസിക്കുന്ന ചില മൂല്യസംഹിതകൾക്ക് അടിസ്ഥാനമാക്കിയുള്ളതുമാണ്. കാരണം സമതുലിതമായിട്ടുള്ള സമീപനമാണ് മനുഷ്യൻ്റെ പ്രകൃതത്തിന് അനുയോജ്യമായിട്ടുള്ളത്. അതേസമയത്ത് അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെ, മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ മൗലികമായ എല്ലാ വിഷയങ്ങളെയും അഭിസംബോധന ചെയ്യുന്നു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രാധാന്യം എല്ലാ റിപ്പോർട്ടിങ്ങിലും പരിചരിക്കുന്നു. ഇതെല്ലാം സുപ്രഭാതത്തിൻ്റെ സ്വഭാവമായി, സവിശേഷതയായി ഞാൻ കാണുകയാണ്. പലപ്പോഴും ഇന്ന് മാധ്യമരംഗം പല വെല്ലുവിളികളെയും നേരിടുന്നുണ്ട്. പുറത്തുനിന്നും അകത്തുനിന്നും വെല്ലുവിളികളുണ്ട്. പത്രങ്ങളുടെ അകത്തുനിന്നുള്ള വെല്ലുവിളികൾ അധികാരത്തിന് കീഴ്പ്പെട്ടു പോവുക, സെൻസേഷനലിസത്തിൻ്റേതായിട്ടുള്ള പ്രലോഭനങ്ങൾക്ക് വഴങ്ങുക, ഇതിനൊന്നും നിൽക്കാതെ സ്വതന്ത്രമായൊരു പത്രധർമ്മത്തെ സൂക്ഷിക്കുന്നു എന്നതാണ് സുപ്രഭാതം പത്രത്തിൻ്റെ പ്രത്യേകതയായി ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു പോന്നിട്ടുള്ളത്. ഇനി വരും വർഷങ്ങളിലും കൂടുതൽ നേട്ടങ്ങളോടുകൂടി ഈ മൂല്യങ്ങളെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നേറാൻ സുപ്രഭാതം പത്രത്തിന് സാധിക്കും. കൂടാതെ മുസ്ലിം സമുദായത്തിൽ കൂടുതൽ വായനയിലേക്ക്, പത്രവായനയിലേക്ക്, പുസ്തക വായനയിലേക്ക് സമുദായത്തിലുള്ള അംഗങ്ങളെ ആകർഷിക്കുക എന്ന ഒരു ദൗത്യവും സുപ്രഭാതം പത്രം നിർവഹിക്കുന്നുണ്ട്. വലിയൊരു നവോത്ഥാന പ്രവർത്തനം എന്ന് പറയാവുന്ന സമീപന രീതി കൂടിയാണിത്. എല്ലാം കൊണ്ടും ഈ 11ാം വർഷത്തിൽ കടക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് വരാനുള്ള വിജയാശംസകൾ ഞാൻ സുപ്രഭാതത്തിന് നേരുന്നു. അതിനുവേണ്ടി, ആ വിജയത്തിനു വേണ്ടി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.